നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടകരയിൽ നിന്നും 184.420 ഗ്രാം മുന്തിയ ഇനം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് സ്വർണ്ണ മോതിരവും ഫോണും തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തലൂരിൽ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കൊടകരയിൽ നിന്നും 184.420 ഗ്രാം മുന്തിയ ഇനം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കോട്ടയം ചങ്ങനാശ്ശേരി ഫാത്തിമപുരം പെരുന്ന സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള സൽമാൻ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-ാം തീയതി കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 184.42 ഗ്രാം മാരക രാസലഹരിയായ MDMAയുമായി ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ഡാർക്ക് മെർച്ചൻ്റ് എന്നറിയപ്പെടുന്ന ദീപക് രാജു 30 വയസ്സ്, എറണാകുളം ജില്ല നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത 22 വയസ്സ് എന്നിവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സൽമാൻ്റെ നിർദ്ദേശത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് ദീപക് രാജു, ദീക്ഷിത എന്നിവർ ബാംഗ്ലൂരിൽ നിന്ന് MDMA കടത്തിക്കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയതിനാലാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത്. നടപടിക്രമങ്ങൾക്കു ശേഷം സൽമാനെ കോടതിയിൽ ഹാജരാക്കും. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, SCPOമാരായ രജീഷ്, ദിലീപ് കുമാർ, CPO ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രൻ്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. പുതുക്കാട് പെൻഷൻ ഭവൻ ഹാളിൽ നടത്തിയ പരിപാടി KSSPU ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കഥാകൃത്ത് AK ശിവദാസൻ MT അനുസ്മരണ പ്രഭാഷണവും ഗായകൻ രാജൻ നെല്ലായി P ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. T ബാലകൃഷ്ണ മേനോൻ, KK സോജ, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, ഫ്രാങ്കോ G മഞ്ഞളി, PV ശാർങ്കൻ, TR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. MTയുടെ കൃതികളെ ആസ്പദമാക്കി നടത്തിയ പ്രബന്ധ മത്സരത്തിൽ റീന G തറയിൽ പുതുക്കാട്, ജയ KK നെന്മണിക്കര, MK റോഷ് കൊടകര എന്നിവർ സമ്മാനാർഹരായി. P ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളുടെ ആലാപന മത്സരത്തിൽ TA വേലായുധൻ കൊടകര, TV ശിവരാമൻ മറ്റത്തൂർ, KT റീത്ത പുതുക്കാട് എന്നിവർ സമ്മാനാർഹരായി. ലഹരി വിരുദ്ധ കലാജാഥാംഗങ്ങൾക്കും പ്രബന്ധ മത്സര വിജയികൾക്കും ഗാനാലാപന മത്സര വിജയികൾക്കും ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹൻ സമ്മാനദാനം നിർവഹിച്ചു. നല്ല രീതിയിൽ ഇവിടെ ഒരു തെരുവ് നാടകത്തിലൂടെ അത് ചെറിയ രീതിയിൽ അത് ആകർഷിക്കാവുന്ന രീതിയിൽ വലിയ പ്രവർത്തനം നടത്തി. അത്തരത്തില് എല്ലാ അർത്ഥത്തിലും ഞാൻ പറയുന്നത് ലൈബ്രറിയുടെ പ്രവർത്തനം, ഒരു ബ്ലോക്കിന്റെ പ്രവർത്തനം, ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം നല്ല ഗംഭീരമായി തന്നെ നടത്താൻ കഴിയുന്ന വലിയൊരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ഇനിയും ഒരുപാട് പരിപാടികൾ രാമകൃഷ്ണൻ അത് സ്ഥിരമായിട്ട് എല്ലാ അടുത്താഴ്ച ശനിയാഴ്ച വേറെ അടുത്ത പ്രോഗ്രാം തന്നെയാണ്. നമ്മുടെ യൂണിറ്റുകളിലുള്ളവർക്കെല്ലാം പ്രത്യേകമായിട്ട് സ്റ്റഡി ക്ലാസ് നടത്താനുള്ള ക്യാമ്പ് നടത്താൻ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി നല്ല എപ്പോഴും നമ്മുടെ ആളുകളെ അതിൽ നമുക്കൊരു പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഭംഗി, അദ്ദേഹത്തിന് പറയുകയും ചെയ്യും. അപ്പൊ ഇത്തരം വലിയ ഒരു പ്രവർത്തന മണ്ഡലം ഉള്ള ഒരു എഴുത്തുകാരനായിരുന്നു. ഇതൊന്നും എഴുത്തുകാരൻ മാത്രമല്ല. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു.
2 ദിവസം നീണ്ടുനിന്ന സഭ ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയായി ഭാരതം മാറുകയാണെന്നും അതിന് പ്രേരണ ശക്തിയായി ഭാരതീയ വിദ്യാനികേതൻ അടക്കമുള്ള വിദ്യാഭ്യാസ രീതിക്ക് വലിയ പങ്കുണ്ടെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 7 പതിറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നും അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സമൂഹം നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി മയക്കുമരുന്നടക്കമുള്ള വിവിധ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കോളേജുകളിലും മറ്റും വളർന്നുവരുന്ന മയക്കുമരുന്ന് കേസുകൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണെന്നും ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എൻ കുമാരൻ പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി കെ ആർ രജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മാസ്റ്റർ, തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ എസ് ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ജയകുമാർ ആദരിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തി. സംസ്ഥാനത്തെ വിദ്യാനികേതൻ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് 2 ദിവസത്തെ പ്രതിനിധി സഭയിൽ പങ്കെടുക്കുന്നത്. ഇന്നേക്ക് 300 വർഷങ്ങൾക്കപ്പുറം ലോകത്തിൻ്റെ GDP, വേൾഡ് GDPയിൽ ഭാരതത്തിൻ്റെ സംഭാവന 27%. ഓർത്തു നോക്കുക, 1700 ലോകത്തിലെ GDP ഇൻകത്തിൻ്റെ 27% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഭാരതമായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്ത അഭിബന്ധരായ പൂർവ്വസൂരികളെ നമ്മളിവിടെ ആദരിച്ചു കഴിഞ്ഞു. അങ്ങനെ ആദരവ് ഏറ്റുവാങ്ങിയ സമാദരണീയനായ ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് സ്വർണ്ണ മോതിരവും ഫോണും തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. തിരുവുള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദുകൃഷ്ണൻ 27 വയസ്സ്, ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ ആൽവിൻ 28 വയസ്സ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. കരാഞ്ചിറ സ്വദേശി കവലക്കാട്ട് വീട്ടിൽ ബിനു ജോസിനെയാണ് ആക്രമിച്ചത്. തൃശൂർ പൂരം കാണുന്നതിനായി ബിനു ജോസും 2 സുഹൃത്തുക്കളും തിരുവുള്ളക്കാവ് അമ്പലത്തിൻ്റെ സമീപത്തുള്ള ലോഡ്ജിൽ റൂം എടുത്തിരുന്നു. അവിടെ നിന്ന് ബിനു ഫോൺ ചെയ്യുവാൻ പുറത്തിറങ്ങിയ സമയത്താണ് സമീപത്തുള്ള പറമ്പിലേക്ക് പ്രതികൾ ബിനുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കയ്യിൽ ധരിച്ചിരുന്ന സ്വർണ്ണ മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്തത്. പിടിയിലായ യദുകൃഷ്ണന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളും ആൽവിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസും അശ്രദ്ധമായി വാഹനമോടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റതിനുള്ള കേസും ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, SI-മാരായ പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ, ASI സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PX സോണി, സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കനകമല വിശുദ്ധ അന്തോണീസിൻ്റെ അടിവാരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 8-ാമിട തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 6:15 കുർബാനയ്ക്ക് സഹവികാരി ഫാദർ അജിത്ത് തടത്തിൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4:30 ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ അമൽ മാക്കിൽ മുഖ്യകാർമ്മികനായി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി റൈസൻ തട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. നൊവേനയും ലതീഞ്ഞും വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. തുടർന്ന് നേർച്ചയൂട്ടുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തേശ്ശേരി കളരിക്കൽ ബ്രഹ്മശ്രീ വൈദ്യൻ TG രാമക്കുറുപ്പ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ശാസ്താംപറമ്പിൽ പാപ്പി ടീച്ചർ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള PP കുമാരൻ മെമ്മോറിയൽ കൊടകര സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. കൊടകരയിലെ 16 പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ CDCB, പ്രനില ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
നല്ല കായികശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു അന്തർലീനമായ ദൗത്യം കൂടി ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മണ്ണ് നമുക്കറിയാം, കൊടകര പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് എന്നും രാവും പകലും സജീവമായി ഈ പ്രവർത്തികൾ അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലബ്ബ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തലൂരിൽ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. എറണാകുളം പാറക്കടവ് സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ 30 വയസ്സുള്ള അബ്ദുൽ റഫീഖ് എന്നയാളാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 31-ാം തീയതി പുലർച്ചെയാണ് മോഷണം നടത്തിയത്. കടയുടെ ഷട്ടറിൻ്റെ ലോക്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് 2 പേർ അകത്തു കടന്ന് വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ആക്സസറീസും 50,000 രൂപയും അടക്കം ഏകദേശം 25 ലക്ഷം രൂപയുടെ വസ്തുക്കളും പണവും മോഷണം നടത്തിയ കേസിലാണ് ഇയാളെ പിടികൂടിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സയ്യിദ് മുഹസിൻ, മുഹത്ത് അസീം എന്നീ പ്രതികളെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ രജനീശൻ, ഷിനോജ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വരന്തിരപ്പള്ളി സാന്ദ്രാനന്ദം സത്സംഗം നാരായണീയ സമിതി 100ാമത് സമ്പൂർണ്ണ നാരായണീയ പാരായണ സമർപ്പണം വരന്തിരപ്പള്ളി തൃക്കേൽ ശ്രീ നവനീതധര ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. സമ്പൂർണ്ണ ശതതമ നാരായണീയ സമർപ്പണത്തിന് ആചാര്യ രാധാഗിരിജാവല്ലഭൻ നേതൃത്വം നൽകി. സംപൂജ്യസ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് സമർപ്പണം നടത്തി. സ്വാമികളെ സ്വീകരിക്കൽ, സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം നാരായണീയ സമിതി, നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവർ മംഗളപത്രങ്ങൾ നൽകി ആദരിച്ചു. തൃക്കേൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹി ഉഷ പട്ടാഭിരാമൻ, PR ജയകുമാർ, നിർമ്മൽ കുമാർ നന്ദിപുരം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ട് അവരതിനെ സേവിക്കും, ഭഗവാനെ സേവിക്കാനും സനാതന ധർമ്മം ഉൾക്കൊണ്ട് ജീവിക്കാനുമായിട്ട് ആളുകളെ എങ്ങനെ പ്രേരിപ്പിക്കാം എന്ന് അദ്ദേഹം വിഷാദിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗുരുവായി നാരദ മഹർഷി തന്നെ അവതരിച്ച് ആ നാരദ മഹർഷിയാണ് അദ്ദേഹത്തെ ഭാഗവതം രചിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ നിന്നും 184.420 ഗ്രാം മുന്തിയ ഇനം രാസലഹരി പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ ആക്രമിച്ച് സ്വർണ്ണ മോതിരവും ഫോണും തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു.
പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തലൂരിൽ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.